കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും മാറി മാറി ഗവൺമെൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി UDF വരുമ്പോൾ, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വരുമ്പോൾ മാത്രമുള്ളൊരു കൗതുകമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുന്നത്. അപ്പോൾ രസകരമാണ് ഇതാ ചിന്തിച്ചാൽ. ഇടതുപക്ഷ മുന്നണി വരുമ്പോൾ ആരും അതിനകത്ത് അഭിപ്രായം പറയാറില്ല. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി CPMൻ്റെ മന്ത്രിമാരെ തീരുമാനിക്കും, CPIയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി CPIയുടെ മന്ത്രിമാരെ തീരുമാനിക്കും, ബാക്കി ഘടകകക്ഷികൾ അവരുടെ മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കും. ഇപ്പോൾ KB ഗണേഷ് കുമാറാണെങ്കിൽ ഗണേഷ് കുമാർ തന്നെ ആയിരിക്കും, കടന്നപ്പള്ളി രാമേന്ദ്രൻ തന്നെ, AK ശശീന്ദ്രൻ അങ്ങനെ അവരങ്ങ് തീരുമാനിക്കും. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ UDF വന്നാൽ എല്ലാ ജാതി മത സംഘടനകളും കൊണ്ടു ചാടും. അവർ ചിലപ്പോൾ വോട്ട് പോലും ചെയ്ത് കാണത്തില്ല. അവർ LDFന് വോട്ട് ചെയ്ത് കാണത്തില്ല, അല്ല UDFന് വോട്ട് ചെയ്ത് കാണത്തില്ല. UDFനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞവരായിരിക്കും, UDFന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞവരായിരിക്കും. പക്ഷേ അവർ ഒരു മതഘടനയുമായിട്ട് ഇറങ്ങും, ജാതി ഘടനയുമായിട്ട്. ഇന്നലെ തന്നെ ഒരു കാർഡ് ഇറങ്ങുന്നുണ്ട്. ഈ കാർഡുകൾ കേരളത്തിൽ പ്രായോഗികമാണോ അല്ലെങ്കിൽ ശരിയാണോ? എന്താ കാർഡ്? പിന്നെ 71% ഹിന്ദുക്കളുടെ അല്ലെ മുസ്ലിം MLAമാർ 71%, 69% പിന്നെ ഹിന്ദു MLAമാർ കുറഞ്ഞു. ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ള കാർഡുകളും വാർത്തകളും ഒക്കെ നല്ല വീണ്ടും രസകരമാണ്. ഈഴവ പ്രാതിനിധ്യം വെട്ടിനിരത്താൻ നീക്കം. മന്ത്രിമാരെ തീരുമാനിച്ചില്ല, കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈഴവ പ്രാതിനിധ്യം വലിയൊരു വിഷയമാക്കി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ കാർഡുകളും മീഡിയകളും എല്ലാം പൊക്കിക്കൊണ്ടുവരുന്നൊരു വിഷയമാണ്. ബിന്ദു കൃഷ്ണ, M ലിജു, ദീപക് ജോയി, നാട്ടകം സുരേഷ്, സേനാപതി വേണു, OJ ജനീഷ്, സുമേഷ് അച്യുതൻ, K ജയന്ത്, വിദ്യാ ബാലകൃഷ്ണൻ, ഇവർ ഇത്രയും പേരാണ് ഈഴവ രംഗത്ത് നിന്ന് മന്ത്രിമാരാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും പേരെ മന്ത്രിയാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈഴവരിൽ നിന്നുള്ള മന്ത്രിമാർ എത്ര എന്നുള്ളതിനെ കുറിച്ച് വലിയ തർക്കമാണ്. അത് 6 കിട്ടണം. നമുക്ക് കണക്ക് വെച്ചാണെങ്കിൽ, ജനസംഖ്യയുടെ കണക്ക് വെച്ചാണെങ്കിൽ 6 കിട്ടണം. പക്ഷേ 2 പോലും കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി. സണ്ണിയം കവിക്കാടിനെ പോലുള്ളവരുടെ പരാതി, 11% വരുന്ന നായന്മാർക്ക് എന്തിനാണ് മുഖ്യമന്ത്രി? അപ്പോൾ 11% വരുന്ന നായന്മാർക്ക് മുഖ്യമന്ത്രി, സതീശൻ മുഖ്യമന്ത്രി ആയാലും, VD സതീശനായാലും, രമേശ് ചെന്നിത്തലയായാലും, KC വേണുഗോപാൽ, അവർ നായന്മാരാണ്. നായന്മാർക്ക് എന്തിനു മുഖ്യമന്ത്രി? ഇനി അത് പോയിട്ട് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ കൃത്യമായൊരു മന്ത്രി വേണം, അത് പിന്നെ കോട്ടയത്ത് നിന്ന് തന്നെ വേണം എന്ന് പറഞ്ഞ് അവരുടെ ഡിമാൻഡ്. നാടാർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൃത്യമായി മന്ത്രി വേണം എന്ന് പറഞ്ഞ്, അതിൽ തന്നെ നാടാർ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഞങ്ങളുടെ നാടാർ കമ്മ്യൂണിറ്റിക്ക് മന്ത്രിസ്ഥാനം വേണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡിമാൻഡ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആ കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡ്, നായർ കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡ്. ഇനി പണ്ട് NSSൻ്റെ സുകുമാരൻ നായർ ഇപ്പം ഇരിക്കുന്നു. സുകുമാരൻ നായർ കാരണം ആരായാലും നായരായിരിക്കുമല്ലോ മുഖ്യമന്ത്രി, അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇളവില്ല. നേരത്തെ അദ്ദേഹം ഒരു ബഹളം ഉണ്ടാക്കി, താക്കോൽ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹളം നേരത്തെ ഉണ്ടാക്കി. അത് പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളത്തിൽ ഈ കോൺഗ്രസ് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു സമവാക്യം. കോൺഗ്രസ്സുകാരും അങ്ങനെ തന്നെയാണ്. മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ ഇങ്ങനെ സമവാക്യം നോക്കാറുണ്ട്. അതിൽ ചില ബാലൻസിങ് അവർ വരുത്താറുമുണ്ട്. ഇപ്പം നായർ മുഖ്യമന്ത്രിയാണെങ്കിൽ അടുത്ത പിന്നെ മന്ത്രിമാരെ എടുക്കുമ്പോൾ ഈഴവ പ്രാതിനിധ്യം കൊടുക്കാറുണ്ട്, ഓർത്തഡോക്സ് പ്രാതിനിധ്യം കൊടുക്കാറുണ്ട്, നാടാർ പ്രാതിനിധ്യം കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത്, യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സത്യസന്ധമായി വിറവ് കെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുന്നവൻ ഏതെങ്കിലും മതത്തിൻ്റെ ന്യൂനപക്ഷത്തിൽ പെട്ടുപോയത് കൊണ്ടോ, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും മറ്റേതെങ്കിലും കഴിവിൽ പെട്ടുപോയത് കൊണ്ടോ പ്രശ്നമാണ്. ഇപ്പോൾ 2 വനിതകളെ പരിഗണിക്കുകയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയ്ക്കും കിട്ടുകയുള്ളൂ. അങ്ങനെ 2 വനിതകളെ പരിഗണിച്ച് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണ കിട്ടിയാൽ ഉടനെ മറ്റൊരു ടീം ഇറങ്ങും, സമവാക്യക്കാരിറങ്ങും, ജാതി സമവാക്യക്കാരും മതസമവാക്യക്കാരും കൊണ്ടിറങ്ങും. ഞങ്ങളുടെ ഒരു നായർ സ്ത്രീ ജയിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഈഴവ സ്ത്രീ കൂടെ ജയിച്ചു, അവർക്ക് ഉടനെ കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മുസ്ലിം സ്ത്രീ ജയിച്ചു അവർക്ക്. ഇങ്ങനെ കേരളത്തിൽ യഥാർത്ഥത്തിൽ സത്യസന്ധമായി ക്രിയേറ്റീവായി താഴെ നിന്ന് ജോലി ചെയ്ത് കയറി വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായി സ്ഥാനം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതൊരു വളരെ കഷ്ടമാണ്. നമ്മൾ ഏറ്റവും വലിയ സാക്ഷരരാണെന്ന് അവകാശപ്പെടുകയും വലിയ രീതിയിൽ ഇനി മന്ത്രി ആയെന്ന് വിചാരിക്കുക. VS അച്യുതാനന്ദൻ ഈഴവനാണ്. അങ്ങനെ ഈഴവൻ ആയ VS അച്യുതാനന്ദൻ മന്ത്രിയായി. മലബാറിലെ ഈഴവ വിഭാഗത്തിൽ വരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ഈഴവർക്ക് അതിനകത്ത് എന്തെങ്കിലും നേട്ടമുണ്ടോ? പറയാം, ഞങ്ങളെ ഈഴവനാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഞങ്ങളുടെ നായരാണ് എന്നല്ലാതെ ഇവരാരെങ്കിലും. ഇപ്പോൾ സുകുമാരൻ നായരുമായി ഒരു ടേംസും ഇല്ലാത്ത VD സതീശൻ എങ്ങനെയാണ് നായരിൻ്റെ അക്കൗണ്ടിൽ പെടുത്തുന്നത്? രമേശ് ചെന്നിത്തലയെ പിന്നും പെടുത്താൻ പറ്റും. എങ്ങനെയാണ് പെടുത്തുന്നത്? അതുപോലെ തന്നെ ഈഴവരെ തന്നെ എടുത്താലും ഇവരൊക്കെ, ബിന്ദു കൃഷ്ണ വളർന്നു വന്നത് ഈഴവ കമ്മ്യൂണിറ്റിയുടെ ബഹളത്തിലാണോ? അവർ
കോൺഗ്രസിൽ, KSUവിൽ, യൂത്ത് കോൺഗ്രസിൽ, മഹിളാ കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആർക്കും താല്പര്യമില്ല. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് ഇതേ വിഷയമുണ്ട്. ദളിത് ആദിവാസികൾക്കൊക്കെ രാഷ്ട്രീയത്തിൽ വരാൻ അവർക്ക് താല്പര്യമില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും താല്പര്യം കുറവാണ്. പക്ഷേ എന്നിട്ട് മന്ത്രിമാരെ എടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഞങ്ങൾക്കത് തന്നില്ല, ഇത് തന്നില്ല എന്ന് പറഞ്ഞ് ജാതിയുടെയും മതത്തിൻ്റെയും കൃത്യമായ അതിർവരമ്പോഴും കണക്കെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ വളരെ കഷ്ടമാണ്. അത് ഒരുതരം അശ്ലീലമാണ്. യഥാർത്ഥത്തിൽ മെരിറ്റ് വച്ചിട്ടുള്ള ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് മതത്തിൽപ്പെട്ടാലും കൃത്യമായി അവർ കഴിവുള്ളവരാണെങ്കിൽ, അവർക്ക് സീനിയാരിറ്റി ഉണ്ടെങ്കിൽ, അവർക്ക് പൊസിഷനുകളുണ്ടെങ്കിൽ അവർ കയറി വരട്ടെ. ഇപ്പം മഹിളാ കോൺഗ്രസ്സിന് കൊടുക്കണം, കൃത്യമായി കൊടുക്കണം. യൂത്ത് കോൺഗ്രസ്സിന് കൊടുക്കണം, അത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സീനിയറായിട്ടുള്ള ആളുകൾ മന്ത്രിസഭയിൽ വേണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മന്ത്രിസഭയിൽ വേണം. അതുപോലെ തന്നെ ജൂനിയേഴ്സ് 1-2 ജൂനിയേഴ്സിന് കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്തെടുക്കണം, വളരെ പ്രധാനം. ജില്ലകൾക്ക് 1-2 ജില്ലകൾ ചേർത്ത്, എല്ലാ ജില്ലയ്ക്കും കൂടി പ്രാതിനിധ്യം കൊടുക്കാൻ പറ്റില്ല, പക്ഷേ എങ്കിലും 1-2 ജില്ല ചേർത്തുള്ള പ്രാതിനിധ്യം കൊടുക്കുക. പിന്നോക്ക ജില്ലയെ വേണമെങ്കിൽ ഒന്ന് പൊക്കിയെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊരു ഫോർമുല മനസ്സിലായി. അല്ലാതെ ഈഴവനിത്ര, നായർക്കിത്ര, ഓർത്തഡോക്സിനിത്ര, പിന്നെ മലങ്കരയ്ക്കിത്ര, നാടാർക്കിത്ര, നമ്പൂരിക്കിത്ര, ബ്രാഹ്മണനിത്ര എന്ന് പറഞ്ഞ് ഒരു 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 മന്ത്രിസ്ഥാനം പങ്കുവെക്കുന്നത് ഒരു സുഖകരമായ കാര്യമല്ല. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ അതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം.